ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ നമ്മൾ പറഞ്ഞത് കാണ്ട് എക്സസ് എന്നുള്ള ടോപ്പിക്ക് വരെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാണ്ട് ഗ്രേഡിയൻറ്റ് ആൻഡ് കാണ്ട് ഡെഫിഷ്യൻസി ഗ്രേഡിയൻറ്റ്. കാണ്ട് ഗ്രേഡിയൻറ്റ് ആൻഡ് കാണ്ട് ഡെഫിഷ്യൻസി ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി കാണ്ട് ഓർ ദി കാണ്ട് ഡെഫിഷ്യൻസി ഇൻ എ ഗിവൺ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ. അപ്പോൾ ഒരു ഗിവൺ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ കാണ്ട് ഓർ കാണ്ട് ഡെഫിഷ്യൻസി ഈസ് കോൾഡ് കാണ്ട് ഗ്രേഡിയൻറ്റ് ഓർ കാണ്ട് ഡെഫിഷ്യൻസി ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1/1000 ആ ഒരു രീതിയിലാണ്. ദിസ് മീൻസ് ദാറ്റ് 1000 മീൻസ് നമ്മൾ കാണ്ട് ഡെഫിഷ്യൻസി ഒരു കാണ്ട് ഡെഫിഷ്യൻസി ഗ്രേഡിയൻറ്റ് കാണ്ട് ഗ്രേഡിയൻറ്റ് 1/1000 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് മീൻസ് 1 millimeter ഈസ് അറ്റൈൻഡ് ഓർ ലോസ്റ്റ് ഇൻ എവറി 1000 millimeter ഓഫ് ട്രാൻസിഷൻ കർവ്. അപ്പോൾ ട്രാൻസിഷൻ കർവ് ലെങ്ത്തിൽ ഓരോ 1000 mm എന്ത് സംഭവിക്കുന്നുണ്ട്? 1 mm കാണ്ട് ഡെഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 1 mm കാണ്ട് ഡെഫിഷ്യൻസി ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്? കാണ്ട് ഗ്രേഡിയൻ്റ് ഓർ കാണ്ട് ഡെഫിഷ്യൻസി ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കാണ്ട് ഓർ കാണ്ട് ഡെഫിഷ്യൻസി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കാണ്ട് പറഞ്ഞാൽ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് it is the rate at which കാണ്ട് ഡെഫിഷ്യൻസി ഇൻക്രീസസ് വൈൽ പാസിങ് ഓവർ ദി ട്രാൻസിഷൻ കർവ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര റേറ്റിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാണ്ട് അല്ലെങ്കിൽ കാണ്ട് ഡെഫിഷ്യൻസി ഒരു ട്രാൻസിഷൻ കർവിലൂടെ സഞ്ചരിക്കുമ്പം എത്ര റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് 30 ഒരു mm/s. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കാണ്ട് change rate or കാണ്ട് ഡെഫിഷ്യൻസി change rate is 35 mm/s, that means that vehicle will experience a change in കാണ്ട് or കാണ്ട് ഡെഫിഷ്യൻസി of 35 mm in each second. അപ്പോൾ ഓരോ സെക്കൻഡിൽ ഒരു 35 mm ചേഞ്ച് എന്തുണ്ട്? കാണ്ട് ഡെഫിഷ്യൻസിയിൽ ഒരു കാണ്ടിൽ സംഭവിക്കുന്നുണ്ട് when travel over a transition curve. ഒരു ട്രാൻസിഷൻ കർവിലൂടെ സഞ്ചരിക്കുമ്പോൾ 35 mm ഓരോ സെക്കൻഡിലും കാണ്ടോ അല്ലെങ്കിൽ കാണ്ട് ഡെഫിഷ്യൻസിയിലോ ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കാണ്ട് അല്ലെങ്കിൽ കാണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി സെൻട്രിഫ്യൂജൽ ഫോഴ്സ്. സൂപ്പർ എലിവേഷൻ നമ്മൾ ജിയോമാറ്റിക്സിൽ പറഞ്ഞപ്പം സെൻട്രിഫ്യൂജൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എ വെഹിക്കിൾ ഹാസ് എ ടെൻഡൻസി ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ഡയറക്ഷൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷനിലോട്ട് സഞ്ചരിക്കാനാണ് വെഹിക്കിളിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവുക. വിച്ച് ഈസ് ടാൻജൻഷ്യൽ ടു ദി കർവ്. ഒരു കർവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ സഞ്ചരിക്കാനാണ് വെഹിക്കിൾസിന് എപ്പോഴും എന്തുണ്ടാവുക? ടെൻഡൻസി ഉണ്ടാവുക. ഈവൻ when it moves on a circular curve. As a result, the vehicle is subjected to a constant radial acceleration. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വെഹിക്കിൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റേഡിയൽ ആക്സിലറേഷൻ സബ്ജക്റ്റഡ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് v²/r ആണ്. അപ്പോൾ ഈ റേഡിയൽ ആക്സിലറേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ v²/r എന്ന് ആണ്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെലോസിറ്റി m/s, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻ m/s. ഇനി ദിസ് റേഡിയൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസസ് എ സെൻട്രിഫ്യൂജൽ ഫോഴ്സ്. ഈ റേഡിയൽ ആക്സിലറേഷൻ കൊണ്ട് ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഡിയൽ ഡയറക്ഷൻ എവേ ഫ്രം ദി സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ട് ഇവിടെ റേഡിയൽ ഡയറക്ഷനിലാണ്, എവേ ഫ്രം ദി സെൻറ്റർ. വാല്യൂ ഓഫ് സെൻട്രിഫ്യൂജൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ ആക്സലറേഷൻ v²/r ആണ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു v²/r ആണ്. മാസിനെ നമുക്ക് എഴുതാം വെയ്റ്റ് ബൈ ജി എന്ന് എഴുതാം. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? mv²/r അല്ലെങ്കിൽ
W/G V²/R എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ടു കൗണ്ടറാക്ട് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഇപ്പോൾ കാവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഹയർ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? വെഹിക്കിൾസ് പുറത്തോട്ടൊന്ന് ഡ്രാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്, പുറത്തോട്ട് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുറത്തോട്ട് തെറിച്ച് പോയാൽ ആക്സിഡൻറ്റിനൊക്കെ കാരണമാവും. അപ്പോൾ ഇതെന്താണ്? വി ഹാവ് ടു അവോയ്ഡ് ദാറ്റ്. അപ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടു കൗണ്ടറാക്ട് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, the outer rail of the curve is elevated with respect to inner rail. അപ്പോൾ ഔട്ടർ റെയിലിന് ഇന്നർ റെയിലിന് റെസ്പെക്റ്റ് ആയിട്ട് ഔട്ടർ റെയിൽ റേസ് ചെയ്യുന്നുണ്ട് by an amount equal to the super elevation. A state of equilibrium is reached when both wheels exert equal pressure on the rails and the super elevation is enough to bring the resultant of the centrifugal force and the force exerted by the weight of the vehicle at right angles to the plane of the top surface of the rails. In this state of equilibrium, the difference in height of the outer rail and inner rail of the curve known as equilibrium super elevation. അപ്പോൾ equilibrium super elevation എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി കൊണ്ട്, അവിടെ പോകുന്ന മാക്സിമം വെലോസിറ്റി കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ മുഴുവനായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ മുഴുവനായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു അൺബാലൻസ്ഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അൺബാലൻസ്ഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സൂപ്പർ എലിവേഷനാണ് നമ്മൾ എന്താ പറയുന്നത്? ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എങ്ങനെ കണ്ടെത്താം? ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗർ ശ്രദ്ധിക്കാം. ഇതൊരു കർവാണ്. ഈ കർവിൽ നമ്മൾ ഇന്നർ റെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ റെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് അവിടെ പോകുന്ന ട്രെയിന്. അപ്പോൾ ഈ എഫ് ആണ് എന്ത്? ഇവിടെ കാണിച്ചിട്ടുള്ള എഫ് ആണ്, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. വേർട്ടിക്കലായിട്ട് വരുന്നതാണ് എന്ത്? വെയിറ്റ്. ഇനി ഈ വേർട്ടിക്കൽ പ്ലെയിനിന് ട്രാക്കിൻ്റെ വേർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിളാണ്, നമ്മളെ വെയിറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഈ ഫിഗറിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ബൈ ജി ആണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് സൂപ്പർ എലിവേഷൻ, ഇതാണ് ജി വരുന്നത്. അപ്പോൾ സൂപ്പർ എലിവേഷൻ E/G ആണെന്ത്? ടാൻ തീറ്റ. അതുപോലെ തന്നെ നമുക്ക് ടാൻ തീറ്റ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് F/W എന്ന് എഴുതാം. അപ്പോൾ സൂപ്പർ എലിവേഷൻ E/G, അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ അല്ല, ടാൻ തീറ്റ ഈക്വൽ ടു E/G എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്ത് എഴുതാം? F/W എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? E/Gനെ വി ക്യാൻ ഇക്വേറ്റ് ടു F/W. F എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, E എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ആണ്, G എന്ന് പറഞ്ഞാൽ ഗേജ് ലെങ്ത് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. ഈ സൂപ്പർ എലിവേഷൻ കിട്ടുന്നത് എന്താണ്? F/G/W ആണ്. അപ്പോൾ F എന്ന് പറഞ്ഞാൽ W/G V²/R ഇൻറ്റു G/W. ഇവിടെ W എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്ത് പോവാം. അപ്പോൾ GV²/GR ആണ് ഇക്വേഷൻ. അപ്പോൾ GV²/GR ഇതാണ് ഇക്വേഷൻ. ഇനി വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ G വാല്യൂസൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ
GV²/127 ആണ്. ഇതാണ് നിങ്ങൾ ഇക്വേഷൻ പഠിക്കേണ്ടത്. ഒന്നെങ്കിൽ ഈ ബേസിക് ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ കൺവേർട്ടർ ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കാം. ബേസിക് ഇക്വേഷൻ പഠിച്ചാൽ എല്ലാതും ഒരേ യൂണിറ്റിലാക്കി നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് സ്പീഡ് സാധാരണ തരുന്നുണ്ടാവുക km/h. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, GV²/127 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ഇൻ മില്ലിമീറ്റർ ആണ്. വെലോസിറ്റി km/h. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻ മീറ്റേഴ്സ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗേജ് ലെങ്ത് ഇൻ മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഗേജ് ലെങ്ത് മില്ലിമീറ്ററിലും വെലോസിറ്റി km/h 6 മീറ്ററിലും കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന സൂപ്പർ എലിവേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ മില്ലിമീറ്ററിലായിരിക്കും. ഇനി ജി മീറ്ററിലാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ കിട്ടുന്നത് മീറ്ററിലായിരിക്കും. ഇനി ജി സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ വാല്യൂ കിട്ടുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് GV²/127R. അതിൽ ജി നമ്മൾ കൊടുക്കുന്നത് മില്ലിമീറ്റർ, വി km/h, ആർ മീറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ, ദാറ്റ് ഈസ് സൂപ്പർ എലിവേഷൻ വാല്യൂ, മില്ലിമീറ്ററിലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എന്താണ്? നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ. നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ സാധാരണ നമ്മൾ വരുന്നത് ഇന്നർ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കി കൊടുക്കുന്ന, റൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് സൂപ്പർ എലിവേഷൻ. ഇനി നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ചില കേസിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ദാറ്റ് ഈസ് ഇന്നർ റെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടർ റെയിൽ റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഔട്ടർ റെയിലിന് റെസ്പെക്റ്റ് ആയിട്ട് ഇന്നർ റെയിൽ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നൊരു കേസാണ്. അതിനാണ് എന്താ പറയുന്നത്? നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. വെൻ ദി മെയിൻ ലൈൻ ലൈസ് ഓൺ എ കർവ് ആൻഡ് ഹാസ് എ ടേൺ ഔട്ട് ഓഫ് കോൺട്രറി ഫ്ലെക്ഷൻ. ഒരു മെയിൻ ലൈൻ ഉണ്ട്, ഒരു ബ്രാഞ്ച് ലൈനുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള മെയിൻ ലൈനുണ്ട്, ബ്രാഞ്ച് ലൈനുണ്ട്. രണ്ട് കോൺട്രറി ഫ്ലെക്ഷറിലാണ്. കോൺട്രറി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് അത് കർവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടു എ ബ്രാഞ്ച് ലൈൻ. ദ സൂപ്പർ എലിവേഷൻ നെസസറി ഫോർ ദി ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ റണ്ണിങ് ഓവർ ദി മെയിൻ ലൈൻ കർവ് കനോട്ട് ബി പ്രൊവൈഡഡ്. നമ്മൾ ആവറേജ് സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൂപ്പർ എലിവേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കേസ് വരുന്നത്. ഇവിടെ ഈ മെയിൻ ലൈന്, കർവ്ഡ് ആയിട്ടുള്ള മെയിൻ ലൈന് ഈ ഒരു ഡയറക്ഷനിലോട്ടും ബ്രാഞ്ച് ലൈന് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോൺട്രറി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഗർ ശ്രദ്ധിക്കുക. മെയിൻ ലൈനിൻ്റെ AB ആണ് ഔട്ടർ ലൈന് വരുന്നത്, CD ആണ് ഇന്നർ ലൈന് വരുന്നത്. ബ്രാഞ്ച് ലൈനിൻ്റെ CF ആണ് ഔട്ടർ ലൈന് വരുന്നത്, AE ആണ് ഇന്നർ ലൈന് വരുന്നത്. ഇനി AB, വിച്ച് ഈസ് ദ ഔട്ടർ റെയിൽ ഓഫ് ദി മെയിൻ ലൈൻ കർവ്, മസ്റ്റ് ബി ഹയർ ദാൻ CD. AB എന്ന് പറഞ്ഞത് ഔട്ടർ റെയിലാണ്. ഔട്ടർ റെയിൽ എപ്പോഴും എന്തായിരിക്കണം? CDനേക്കാളും ഹയർ ആയിരിക്കണം. ഫോർ ദി ബ്രാഞ്ച് ലൈൻ CF ഷുഡ് ബി ഹയർ ദാൻ AE. ബ്രാഞ്ച് ലൈനിൽ CF എന്ന് പറയുന്നത് ഹയർ ദാൻ AE. ഈ CF എന്ന് പറഞ്ഞത് ഹയർ ദാൻ AE ആയിരിക്കണം. അത് നിർബന്ധമാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പറയുമ്പോൾ. ഓർ പോയിൻറ്റ് C ഷുഡ് ബി ഹയർ ദാൻ പോയിൻറ്റ് E. പോയിൻറ്റ് C എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഹയർ ദാൻ A ആയിരിക്കണം. This two contrary condition cannot be met with the one layout. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ പോയിൻറ്റ് C എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ പോയിൻറ്റ് C എന്ന് പറയുന്നത് എന്താവണം? എനേക്കാളും ഹയർ ആയിരിക്കണം. പക്ഷേ മെയിൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പം ഈ പോയിൻറ്റ് C എന്ന് പറഞ്ഞാൽ എനേക്കാളും താഴെ ആവേണ്ടത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? മെറ്റ് ചെയ്യില്ല. കോൺട്രറി കണ്ടീഷൻസാണ്. മെയിൻ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ C താഴെയും A മുകളിലാണ് വരേണ്ടത്.
ബ്രാഞ്ച് ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ എ മുകളിലും എ താഴെയും സി മുകളിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു കോൺട്രറി കണ്ടീഷൻസാണ്, കോൺട്രാഡിക്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാഡിക്ടറി കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് മെറ്റ് ഇൻ വൺ layout. In such cases, the branch line curve has a negative super elevation. Therefore, speed on both track must be restricted, particularly on branch line. ഈ കേസിൽ എന്താണ്, ബ്രാഞ്ച് ലൈനിന് നമ്മൾ ഒരു നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ കൊടുക്കും. ദാറ്റ് ഈസ് മെയിൻ ലൈനിന് നമ്മൾ സാധാരണ സൂപ്പർ എലിവേഷൻ കൊടുക്കും. ദാറ്റ് ഈസ് ഔട്ടർ റെയിൽ എ ബി എന്നുള്ള ലൈന് കുറച്ച് പൊക്കി കൊടുക്കും ദാൻ സി ഡി. പക്ഷെ ബ്രാഞ്ച് ലൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സി എഫ് നമുക്ക് പൊക്കാൻ പറ്റില്ല ദാൻ എ ഇ. കാരണം മെയിൻ ലൈനിൽ സി എന്നുള്ള പോയിൻ്റ് ഷുഡ് ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് എ ആയിരിക്കണം. പക്ഷേ ബ്രാഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സി എന്നുള്ള പറഞ്ഞത് ഹയറാണ്, അത് ഔട്ടർ റെയിലായതുകൊണ്ട് സി എന്നുള്ള പോയിൻ്റ് ഹയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മെയിൻ ലൈന് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ബ്രാഞ്ച് ലൈന് ലേഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സി എന്നുള്ള പോയിൻ്റ് താഴത്തോട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ താഴത്തോട്ട് വരുന്നത് കൊണ്ട് ഔട്ടർ റെയിൽ താഴെയും ഇന്നർ റെയിലിൽ കുറച്ച് മുകളിലായതുകൊണ്ട് അതിന് പറയുന്ന പേരാണെന്ത്, ഇറ്റ് ഈസ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ. നമ്മൾ സാധാരണ ബ്രാഞ്ച് ലൈൻസിനെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇൻ സച്ച് കേസസ് ബ്രാഞ്ച് ലൈൻസ് കർവ്സ് ഹാസ് എ നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ആൻഡ് ദെർഫോർ സ്പീഡ് ഓൺ ബോത്ത് ട്രാക്ക് മസ്റ്റ് ബി റെസ്ട്രിക്റ്റ്. അതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യണം, ആ ട്രാക്സിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം, മെയിനായിട്ട് ബ്രാഞ്ച് ലൈനിൽ. ഇനി ഈ സൂപ്പർ എലിവേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ്, അതിൻ്റെ പ്രൊവിഷൻസ് ആണ്, കാൽക്കുലേഷൻ പ്രൊവിഷൻസ് ആണ്, അതും കൂടി ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈ ഒരു സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ദ ഇക്വിലിബ്രിയം സ്പീഡ് ഫോർ ദി ബ്രാഞ്ച് ലൈൻ ഈസ് ഫസ്റ്റ് കാൽക്കുലേറ്റഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രാഞ്ച് ലൈനിൻ്റെ ഇക്വിലിബ്രിയം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Gv²/127R. ദെൻ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ പെർമിസിബിൾ കറന്റ് എഫിഷ്യൻസി. ഈ ഇക്വിലിബ്രിയം സ്പീഡ് പെർമിസിബിൾ കറന്റ് എഫിഷ്യൻസി ആയിട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, റിഡക്ഷൻ നമ്മൾ കുറയ്ക്കുക. ആൻഡ് ദ റിസൾട്ട്സ് ഇൻ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ കണ്ടെത്തി, അതിൽ നിന്ന് നമ്മൾ കറന്റ് എഫിഷ്യൻസി മൈനസ് ചെയ്താൽ ഇ മൈനസ് സി ഡി നമുക്ക് കിട്ടുന്നതാണ് എന്ത്, റിസൾട്ട് ഇൻ സൂപ്പർ എലിവേഷൻ. ഇവിടെ കറന്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ബ്രോഡ് ഗേജിന് അലോവബിൾ കറന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 75 mm അല്ലെങ്കിൽ 76 mm ആണ്. ചില പുസ്തകത്തിൽ 76 mm ആണ്. അപ്പോൾ നിങ്ങൾ 75 അല്ലെങ്കിൽ 76 mm എടുക്കുക, അല്ലെങ്കിൽ 7.6 cm അല്ലെങ്കിൽ 7.5 cm. ചില പുസ്തകത്തിൽ 7.6 ആണ്, നിങ്ങൾ 7.6 എടുക്കുക അല്ലെങ്കിൽ 7.5 എടുക്കാം. മീറ്റർ ഗേജിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 5.51 cm ആണെങ്കിൽ ചില പുസ്തകത്തിൽ വരുന്നത്, ഇവിടെ പറഞ്ഞിട്ടുള്ള 50 mm ആണ് ഫോർ മീറ്റർ ഗേജ്. അല്ലെങ്കിൽ 50 എടുക്കുക അല്ലെങ്കിൽ 51 എടുക്കാം, അല്ലെങ്കിൽ 5.1 cm. ഇത് ലെസ് ദാൻ, അവിടെ പോകുന്ന ട്രെയിനിൻ്റെ സ്പീഡ് ലെസ് ദാൻ 100 km/h ആകുമ്പോഴാണ് ഈ ഒരു കേസ് വരുന്നത്. അപ്പോൾ കറന്റ് എഫിഷ്യൻസി, അലോവബിൾ കറന്റ് എഫിഷ്യൻസി ഇൻ മീറ്റർ ഗേജ് എന്ന് ചോദിച്ചാൽ ബ്രോഡ് ഗേജ് ലെസ് ദാൻ, അവിടെ വരുന്ന സ്പീഡ് ലെസ് ദാൻ 100 km/h ആണെങ്കിൽ ഇറ്റ് ഈസ് 7.76 mm അല്ലെങ്കിൽ 75 mm. മീറ്റർ ഗേജിലാണെങ്കിൽ ഇറ്റ് ഈസ് 100 km/h താഴെ സ്പീഡാണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് 51 അല്ലെങ്കിൽ 51 mm അല്ലെങ്കിൽ 50 mm. ചില പുസ്തകത്തിൽ 50 ആണ്, ചില പുസ്തകത്തിൽ 75 mm ആണ്. ഇത് 100 km/h താഴെയാണെങ്കിൽ,
അപ് ടു 100 km/h വരെ. ഇനി എബോവ് 100 km/h വരെയാണെങ്കിൽ എബോവ് 100 km/h ആണെങ്കിൽ ബ്രോഡ് ഗേജിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ആ കേസിൽ ഇറ്റ് ഈസ് 10 cm ആണ്. 10 cm ഫോർ എബോവ് 100 km/h. അപ്പോൾ എബോവ് 100 km/h കേസിൽ എബോവ് 100 km/h വരുമ്പം ബ്രോഡ് ഗേജിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 10 അല്ലെങ്കിൽ 100 mm ആണ്. 10 cm അല്ലെങ്കിൽ 100 mm ആണ് അലൗവബിൾ കൗണ്ട് എഫിഷ്യൻസി. ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ് ടു 100 km/h ആണെങ്കിൽ ബ്രോഡ് ഗേജിൽ 76 mm, മീറ്റർ ഗേജിൽ 51 mm ആണ്. അല്ലെങ്കിൽ ചില പുസ്തകത്തിൽ 75ഉം 50ഉം ആണ്. ഇനി എബോവ് 100 km/h ആണെങ്കിൽ ഇറ്റ് ഈസ് ബ്രോഡ് ഗേജിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ബ്രോഡ് ഗേജിൽ പറയുന്നത് 100 mm ആണ്, അല്ലെങ്കിൽ 10 cm. അപ്പോൾ നമുക്ക് XE-CD എന്ന് കിട്ടുന്നത് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ഓഫ് ബ്രാഞ്ച് ലൈൻ ആയിരിക്കും. ഇനി ദ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ മെയിൻ ലൈനിൽ വരുന്ന മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് എ സൂപ്പർ എലിവേഷൻ ഓഫ് X ഈസ് ദെൻ കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അലൗവബിൾ കൗണ്ട് എഫിഷ്യൻസി. The safe speed also calculated and smaller of the two values taken as the maximum permissible speed on the main line. അപ്പോൾ മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടെത്തുന്നത് ഈ എക്സ് വാല്യൂയും അതുപോലെ തന്നെ പ്ലസ് സി ഡിയും തമ്മിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൂപ്പർ എലിവേഷനാണ്. ഈ നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ വാല്യൂ പ്ലസ് സി ഡി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു വെലോസിറ്റി കണ്ടെത്തും, അല്ലെങ്കിൽ ഒരു സ്പീഡ് കണ്ടെത്തും. ഈ സ്പീഡാണെന്ത്, റെസ്ട്രിക്റ്റഡ് സ്പീഡ് ഓൺ ദി മെയിൻ ലൈനിൽ വരുന്ന റെസ്ട്രിക്റ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് സ്പീഡ് ഓൺ കർവ്ഡ് ട്രാക്കിൽ വരുന്ന റെസ്ട്രിക്റ്റഡ് സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ പ്ലസ് സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിന് പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സ്റ്റെപ്പ് ആദ്യം ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ കണ്ടെത്തുക. ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ കണ്ടെത്താൻ നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ കണ്ടെത്താൻ ഇ മൈനസ് സി ഡി കണ്ടെത്തിയാൽ മതി. സി ഡി എന്ന് പറഞ്ഞാൽ കൗണ്ട് എഫിഷ്യൻസി വാല്യൂസ് ആണ്. അപ്പോൾ ഇ മൈനസ് സി ഡി കൗണ്ട് എഫിഷ്യൻസി വാല്യൂ, സി ഡിൻ്റെ വാല്യൂസ് പറഞ്ഞു. ഇനി മാക്സിമം പെർമിസിബിൾ റെസ്ട്രിക്റ്റഡ് സ്പീഡ് കണ്ടെത്താൻ നമ്മൾ സൂപ്പർ എലിവേഷൻ ഉപയോഗിക്കുന്നത് ഈ നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ പ്ലസ് അലോവബിൾ കൗണ്ട് എഫിഷ്യൻസി, ദാറ്റ് ഈസ് സി ഡി. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്പീഡ് കണ്ടെത്തും. ആ സ്പീഡാണ് എന്ത്, റെസ്ട്രിക്റ്റഡ് സ്പീഡ് ഓൺ ദി കർവായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തായിട്ടുള്ള 2 പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. ഇന്ന് ഇത്രേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.